പലതരം ബാങ്ക് തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്മിഷിംഗിലൂടെയുള്ള ഒരു പുതിയ തട്ടിപ്പുമായാണ് സൈബർ കുറ്റവാളികൾ എത്തുന്നത്. എന്താണ് ഈ പുതിയ തട്ടിപ്പിന്റെ രീതി? എങ്ങനെ ജാഗ്രത പാലിക്കണം? ക്രിസ്റ്റിന ചെറിയാൻ തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ. ആട് തേക്ക് മാഞ്ചിയം, ധനാകർഷണ ഭൈരവയന്ത്രം, റൈസ് പുള്ളർ, മലയാളി ചെന്നു ചാടാത്ത സാമ്പത്തിക തട്ടിപ്പുകളില്ല. കാലം മാറുമ്പോൾ കോലം മാറുമെന്ന് പറയും പോലെ തട്ടിപ്പുകാരും കുറച്ച് മോഡേൺ ആയപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളുടെ വിഭാഗങ്ങളിലേക്ക് തട്ടിപ്പുകൾ മാറി. തട്ടിപ്പ് രീതി പഴയതായാലും പുതിയതായാലും എന്നെ ഒന്ന് തട്ടിക്കൂ എന്ന് പറഞ്ഞ് തലവെച്ച് കൊടുക്കുന്നവരാണ് പല മലയാളികളും. ഇപ്പോൾ SMS-കളിലൂടെയുള്ള പുതിയൊരു തട്ടിപ്പ് രീതി വ്യാപകമാകുന്നുവെന്ന് റിപ്പോർട്ട് വരുന്നു. എന്തൊക്കെ ശ്രദ്ധിക്കണം? എങ്ങനെ പണം നഷ്ടമാകാതെ സൂക്ഷിക്കാം? സൈബർ വിദഗ്ധർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെ നോക്കാം. എന്താണ് പുതിയ തട്ടിപ്പ്? നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നുവെന്ന് ബാങ്കിൽ നിന്നെന്ന പോലെ ഒരു സന്ദേശം വരുന്നു. തൊട്ടു പിന്നാലെ അബദ്ധത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റായി അതൊരു UPI നമ്പറിലേക്ക് തിരികെ അയക്കുമോ എന്ന് ചോദിച്ച് വിളി. സാധാരണ ഒരു ബാങ്ക് അയക്കുന്ന സന്ദേശത്തോട് നല്ല സാമ്യമുള്ളതുകൊണ്ട് ചിലരെങ്കിലും തട്ടിപ്പിലേക്ക് മൂക്കുകുത്തി വീഴും. ഈ SMS-ഉം വിളിയുമൊക്കെ ഒരു അടിയന്തര സ്വഭാവം സൂചിപ്പിക്കുന്നതുമായിരിക്കും. അയ്യോ, ഞാൻ ആശുപത്രിയിൽ ബിൽ സെറ്റിൽ ചെയ്യാൻ നിൽക്കുകയാണ്, അവിടേക്ക് അയച്ച പണമാണ്, മാറി വന്നതാണ്, പെട്ടെന്നൊന്ന് തിരിച്ചയക്കുമോ എന്നൊക്കെയാവും വിളിക്കുന്നയാൾ നിങ്ങളോട് പറയുന്നത്. മനുഷ്യരല്ലേ, ആശുപത്രി കേസല്ലേ എന്നൊക്കെ വിചാരിച്ച് മുൻപിൻ നോക്കാതെ തരുന്ന നമ്പറിലേക്ക് പണം അയച്ചാൽ അതങ്ങ് പോയെന്ന് കരുതിയാൽ മതി. പിന്നെ മെസ്സേജ് അയച്ചയാളിൻ്റെയോ വിളിച്ചയാളിൻ്റെയോ പൊടി പോലുമില്ല കണ്ടുപിടിക്കാനെന്നതാവും അവസ്ഥ. എന്താണ് ഈ സ്മിഷിംഗ്? SMS-കളിലൂടെയുള്ള ഫിഷിങ്ങിനെയാണ് സ്മിഷിംഗ് എന്ന് വിളിക്കുന്നത്. ഒരാളുടെ ബാങ്ക് അക്കൗണ്ട്, പാസ്വേഡ് എന്ന് തുടങ്ങിയ തന്ത്രപ്രധാന വിവരങ്ങൾ മെയിൽ, ഫോൺ കോൾ അല്ലെങ്കിൽ SMS എന്നിവയിലൂടെ ചോർത്തി പണം തട്ടുന്ന ഫിഷിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇതിൽ SMS-ഉം ഫിഷിങ്ങും കൂട്ടിയിണക്കിയുള്ള തട്ടിപ്പിനെയാണ് സ്മിഷിംഗ് എന്ന് വിളിക്കുന്നത്. എന്തിനാണ് സ്മിഷിംഗ്? മനുഷ്യരിലെ നന്മയും വിശ്വാസവും വികാരങ്ങളും ഒക്കെ ചൂഷണം ചെയ്യുന്ന ഒരുതരം സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് തട്ടിപ്പുകാർ ഇവിടെ ഉപയോഗിക്കുന്നത്. അടിയന്തര ബോധം, വിശ്വാസം, സഹാനുഭൂതിയൊക്കെയാണ് ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത്. എങ്ങനെയാണ് തട്ടിപ്പുകാർ സ്മിഷിംഗ് ഉപയോഗിക്കുന്നത്? ബാങ്കുകൾ അയക്കുന്ന SMS-കളുമായി ഏറെ സാദൃശ്യമുള്ള രീതിയിൽ സന്ദേശം സൃഷ്ടിച്ചാണ് തട്ടിപ്പ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് മിക്കവാറും വരാറുണ്ട്. കണ്ടാൽ ലക്ഷണമൊത്ത ഒരു ബാങ്കിൽ നിന്ന് അയച്ച മെസ്സേജ് പോലെ തന്നെ തോന്നും. എന്നാൽ അങ്ങനെയല്ല. ഈ മെസ്സേജ് നന്നായി ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും ഇതൊരു സ്വകാര്യ മൊബൈൽ നമ്പറിൽ നിന്ന് അയച്ചതാണെന്ന്. ബാങ്കുകൾ അങ്ങനെ സ്വകാര്യ മൊബൈൽ നമ്പറുകളിൽ നിന്ന് മെസ്സേജുകൾ അയക്കാറില്ല. അങ്ങനെയെങ്കിൽ ഒറിജിനൽ ബാങ്ക് സന്ദേശത്തിന്റെ സ്വഭാവം എന്തായിരിക്കും? ബാങ്കുകൾ തങ്ങളുടെ ഇടപാടുകാരെ അവരുടെ അക്കൗണ്ട് ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ അറിയിക്കണമെന്നതിനെക്കുറിച്ച് RBIയുടെ ഒരു മാർഗനിർദ്ദേശമുണ്ട്. ബാങ്കുകൾ രജിസ്ട്രേഡ് സെൻഡർ ID ഉപയോഗിച്ച് മാത്രമേ മെസ്സേജ് അയക്കാവൂ എന്നതാണ് ഇതിലൊരു നിർദ്ദേശം. ഇത് ബാങ്കിന്റെ പേരോ ബ്രാൻഡോ ഉൾപ്പെടുന്ന 6 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ആൽഫ ന്യൂമറിക് കോഡാണ്. ഉദാഹരണമായി HDFC BK, ICICI B, SBI NN ഇങ്ങനെ. അല്ലാതെ 5678 909090 ഇങ്ങനെയൊക്കെയുള്ള റാൻഡം ജനറിക് നമ്പർ ആകരുതെന്നും RBI നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഒറിജിനൽ ബാങ്കിൽ നിന്നുള്ള SMS ഫോർമാറ്റ് എങ്ങനെയാണ്? തീയതി, മാസം, വർഷം, സമയം, ഏത് തരം ഇടപാട്, തുക, ബാലൻസ്, മറ്റു വിവരങ്ങൾ എന്ന ഫോർമാറ്റിലൊരു മെസ്സേജാണ് ബാങ്കുകൾ അയക്കാറുള്ളത്. ഈ ഫോർമാറ്റിലല്ലാത്ത മെസ്സേജ് കാണുമ്പോൾ പലതവണ ആലോചിക്കണം. ബാങ്കുകൾ അയക്കുന്ന സന്ദേശത്തിൽ ബാങ്കിന്റെ സെൻഡർ ID, ഇടപാട് നടന്ന തീയതി, ഇടപാട് നടന്ന സമയം, ഇടപാടിന്റെ സ്വഭാവം, ഡെബിറ്റ്, ക്രെഡിറ്റ്, ATM, POS, IMPS, UPI എന്നിങ്ങനെ. അതേപോലെ തന്നെ ഇടപാട് തുക, ഇടപാടിന് ശേഷമുള്ള ബാലൻസ്, ഇത്രയും കാര്യങ്ങളാണ് ബാങ്കുകൾ അയക്കുന്ന മെസ്സേജുകളിലുള്ളത്. ഇനി ഏത് തരത്തിൽ ജാഗ്രത വേണം? വരുന്ന മെസ്സേജുകൾ ശരിയായി പരിശോധിച്ചാൽ ചിലപ്പോൾ അക്ഷരത്തെറ്റുകളും വ്യാകരണ പിശകുകളും ഒക്കെ കാണാം. ബാങ്ക് അയക്കുന്ന മെസ്സേജുകളിൽ ഇവ ഉണ്ടാകാറില്ല. ഫോണിൽ വിളിക്കുന്നയാളുടെ ഐഡന്റിറ്റി പരിശോധിക്കുക. മെസ്സേജുകളുടെ ഭാഗമായി വരുന്ന ലിങ്കുകളിലും പിശകുകൾ ഉണ്ടാകാം. നിങ്ങളുടെ ബാങ്കിന്റെ വെബ്സൈറ്റ് അഡ്രസ് ശരിയായി മനസ്സിലാക്കുക. അക്കൗണ്ട് വിവരങ്ങൾ ചോദിച്ച് തങ്ങൾ വിളിക്കാറില്ലെന്ന് ബാങ്കുകൾ ആവർത്തിച്ച് പറയാറുണ്ട്. അതിനായി ഇമെയിലോ SMS-ഓ അയക്കാറില്ല. ഈ മുന്നറിയിപ്പ് എത്ര തവണ നൽകിയാലും ചിലർ തങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട സ്വകാര്യ വിവരങ്ങൾ തത്ത പറയും പോലെ പറഞ്ഞു കൊടുക്കും. അതൊരിക്കലും പാടില്ല.
ബാങ്കുകളിൽ നിന്ന് വരുന്ന ഇമെയിലുകളും കൃത്യമായി പരിശോധിക്കുക. മിക്ക ബാങ്കുകളും ജിമെയിൽ പോലെയുള്ള പൊതു സംവിധാനങ്ങൾ ഉപയോഗിക്കാറില്ല. ബാങ്കിന്റെ പേരിൽ സ്വന്തമായി ഇമെയിൽ അക്കൗണ്ട് ഉണ്ടാകും. അതും ശരിയായി മനസ്സിലാക്കുക. ബാങ്കുമായി ബന്ധപ്പെട്ട ഇത്തരം വിവരങ്ങളെല്ലാം ബാങ്ക് വെബ്സൈറ്റിലുണ്ടാകും. ഇത് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരിക്കണം. സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. തട്ടിപ്പുകാർ എങ്ങനെ, എപ്പോൾ, ഏത് രൂപത്തിൽ വരുമെന്ന് ഒരു പിടിയുമില്ല. ഫിഷിങ്ങും വിഷിങ്ങും സ്മിഷിങ്ങും ഒക്കെയായി തട്ടിപ്പുകാരെത്തുമ്പോൾ കരുതിയിരിക്കുക. അതുമാത്രമേ വഴിയുള്ളൂ.